നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ മിറാക്കിൾ എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, പ്രപഞ്ചശക്തിയിലേക്ക് സമർപ്പിക്കുക. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾ എന്താണ്? ദ സ്റ്റാർ. നമ്മളെന്താണോ നമ്മളുടെ ഉപബോധ മനസ്സിലേക്ക് ഒരു 7 സെക്കൻഡെങ്കിലും നിലനിർത്താൻ സാധിക്കുന്നത് അത് നമ്മുടെ ലൈഫിൽ സംഭവിക്കും. നിങ്ങൾ നെഗറ്റീവാണ് നിലനിർത്തുന്നതെങ്കിൽ നെഗറ്റീവും, പോസിറ്റീവാണ് നിലനിർത്തുന്നതെങ്കിൽ പോസിറ്റീവുമാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതെല്ലാം നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ബിലീവ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകുക. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വലിയ മാറ്റമാണ് കടന്നു വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് സ്റ്റാറിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഇനി ഇത്രയും നാൾ നിങ്ങൾ കരഞ്ഞിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നെല്ലാം മാറി ഒരു വിജയത്തിൻ്റെ സമയമായിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് സ്റ്റാറിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങളെ തേടി എത്തുന്നു. എന്ത് മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു സാന്നിധ്യം ഇറങ്ങി വരുന്നു. ആ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കുന്ന ഒരു വ്യക്തിയാകും. നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വഴികാട്ടിയാകും. ഇപ്പം നിങ്ങൾ നല്ല പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. നിങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തികൾ പോലും ചുറ്റും ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയായിരിക്കും നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ പ്രപഞ്ചം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ സാന്നിധ്യവും അനേക വ്യക്തികളെ പോസിറ്റീവിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം യൂണിവേഴ്സ് നിങ്ങളിൽ ഒരു മിറാക്കിൾ കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ ഒരു സ്റ്റാർ ആക്കി മാറ്റും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സാന്നിധ്യമൊക്കെ മറ്റുള്ളവരെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാക്കി മാറ്റുമെന്ന് ഇവിടെ പ്രപഞ്ചം പറയുന്നു. ഇതാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഫസ്റ്റ് മിറാക്കിൾ. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിവൈൻ ഹാൻഡിൻ്റെ ഒരു എനർജി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിറാക്കിൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങളുടെ കൂടെ നിൽക്കും. അത് സാമ്പത്തിക നിലയിലാണെങ്കിലും മാനസിക നിലയിലാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സാന്നിധ്യം എപ്പോഴും നിങ്ങളുടെ കൂടെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇവിടെ കൗൺസിലറെയാണ് കാണിക്കുന്നത്. വളരെ വെറും ഒരു കൗൺസിലറല്ല, ഏറ്റവും ഉന്നത ജ്ഞാനമുള്ള ഒരു കൗൺസിലറെയാണ് ഇവിടെ പ്രപഞ്ചം നിങ്ങളെ മാറ്റാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് സ്ഥാനം ലഭിക്കുന്നു, ഉയർന്ന ഒരു സ്ഥാനം ലഭിക്കുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു. അത് ജോലി സ്ഥലത്തായിരിക്കാം, അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ജോലി കയറ്റം ലഭിക്കുന്നു. ഗവൺമെൻറ് ജോബിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മറ്റേതെങ്കിലും മേഖലയിലേക്ക് ഉയർന്നു പോകാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് നിങ്ങളെ തേടിയെത്തുന്നു. അത് സാമ്പത്തികപരമായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഭൂമി സംബന്ധമോ ജോലി സംബന്ധമോ ആയിട്ടുള്ള നല്ല ഒരു ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നു. മിറാക്കിളാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു മിറാക്കിളിനെയാണ് ഇവിടെ യൂണിവേഴ്സ് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും ഒക്കെ കൊണ്ടാണ് നിങ്ങൾക്കത് ലഭിക്കുന്നത്. ഒരുപാട് വ്യക്തികൾ നിങ്ങളെ തേടിയെത്തുന്ന ഒരു എനർജി. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാരോ കാർഡ് റീഡർ, അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി, കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ മുമ്പിലേക്ക് ഒരുപാട് ആൾക്കാർ എത്താറുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം, ഒരു വഴി തുറന്നു തരുമോ എന്ന് വിചാരിച്ചിട്ട് അവർ നിങ്ങളുടെ മുന്നിലേക്ക് എത്താറുണ്ട്. അതുപോലെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം നിങ്ങൾ അവർക്ക് പങ്കുവയ്ക്കുന്നതായിട്ടുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. 9 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഒരുപാട് സാമ്പത്തിക അനുഗ്രഹം നിങ്ങൾക്ക് കടന്നു വരുന്നു. ലക്ഷറി ലൈഫിൽ ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഓക്കെ, ലക്ഷറി ലൈഫ് എന്ന് വിചാരിക്കുമ്പോൾ ഓക്കെ അംബാനിയെ പോലെയാണെന്നൊന്നും വിചാരിക്കരുത്. നമുക്ക് ലക്ഷറി ലൈഫ് എന്ന് പറയുമ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നാലും അഫർമേഷനാണ്, അങ്ങനെ വിചാരിച്ചോളൂ. താങ്ക്സ്. ഓക്കെ, അങ്ങനെ വിചാരിച്ചിരുന്നാലും സന്തോഷം. നമുക്ക് അഫർമേഷൻ ചെയ്യാം. ഓക്കെ, ഇവിടെ ലക്ഷറി ലൈഫിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഓരോ നിമിഷങ്ങളും നമുക്ക് ലക്ഷറിയാണ്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു ദിവസത്തെയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ വളരെ ലക്ഷറി ആയിട്ടുള്ള ഒരു സമയം നിങ്ങളെ തേടി എത്തുന്നതായിട്ട് കാണുന്നു. അത് സാമ്പത്തിക അനുഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നു. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ സക്സസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു ഓഫർ വരുന്നു. ഓക്കെ, നിങ്ങളോട് ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയുന്ന ഒരു എനർജി വരുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് കോൾ മെസ്സേജ് വരുന്നുണ്ട്. അങ്ങനെ ഒരു മിറാക്കിൾ നിങ്ങളെ തേടി എത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ മെസ്സേജിനുള്ള ചാൻസസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ 9 ഓഫ് പെൻറ്റിക്കിൾ ഇവിടെ
ഇവിടെ ഒരു പക്ഷിയെ കാണാം. നിങ്ങൾക്ക് മെസ്സഞ്ചറായിട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് മെസ്സേജ് വരുന്നുണ്ട്. അത് നിങ്ങൾക്കൊരു ഓഫീസിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം നിങ്ങളെ തേടിയെത്തുന്നു. ഒരു ബ്ലെസ്സിങ് ആണ് വരുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 6 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾ കൊടുക്കൽ വാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു ഉയർച്ചയാണ് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുവരെയും നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ആ ഒരു എനർജി നിങ്ങളിലേക്ക് പ്രപഞ്ചം കൊണ്ടെത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സാമ്പത്തിക ഗ്രോത്ത് ഈ കാണുന്ന വ്യക്തികൾക്ക് 100-ൽ 110% സാമ്പത്തിക ഗ്രോത്ത് ഉണ്ടാകും. അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ തേടി എത്തിയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള ചില കാര്യങ്ങൾ കൊടുക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാങ്ങാനുള്ള അവസരങ്ങളും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിങ്ങളുടെ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഓഫറാണ് കടന്നു വരുന്നത്. റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു ഓഫർ കടന്നു വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കും ഒരുപാട് എഫേർട്ട് ഇട്ടത്. പക്ഷേ നിങ്ങൾ പരാജയപ്പെട്ടു പോയതുപോലെ നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഇനി ഒന്നും മുന്നോട്ട് ചെയ്യുവാനില്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. എല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ഇന്ന് വരും നാളെ വരും എന്നുള്ള പ്രതീക്ഷയോട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ മാസങ്ങളായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ആ മിറാക്കിൾ കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ടാരോ കാർഡ്സിലെ ഏറ്റവും ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാർഡാണ് സണ്ണിൻ്റെ എനർജി. ഒരു വിജയത്തിൻ്റെ എനർജിയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. വളരെ ഗ്രോത്ത് ആണ്. ലക്ഷറി ലൈഫിനെ പോലെ തന്നെയാണ് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും എന്ന് ഉള്ളത് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. 6 ആണ്, വിജയത്തിൻ്റെ കാർഡാണ്. ഒരു കാർഡ് പോലും നെഗറ്റീവായിട്ട് വന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മിറാക്കിളിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന കാർഡ്സിൽ ഒരു കാർഡ്സ് പോലും നെഗറ്റീവ് വരാത്തതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു മാറ്റത്തെയാണ്. ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റം, നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷനെ ഫൈറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് പ്രധാന ദൂതൻ മിഖായേലിൻ്റെ ഒരു സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുവാൻ മിഖായേലിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു. എന്ത് ചേഞ്ചാണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്നത്? ഓക്കെ, ക്യൂൻ ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ജോലി സംബന്ധമായോ സാമ്പത്തികപരമായോ അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. റിലേഷൻ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് ബ്ലോക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നില്ല, ഒരുപാട് ചലഞ്ച് ഫേസ് ചെയ്തു, ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ ഒന്നുമില്ലാതെ സ്റ്റക്കായി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇനിയും ഫൈറ്റ് ചെയ്യേണ്ടി വരുന്ന നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു ഫൈറ്റിംഗ് എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ശാന്തമായിട്ട് ഇരിക്കേണ്ട സമയം വന്നിരിക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് നിങ്ങൾ ഒരുങ്ങുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് ഒരു സെലിബ്രേഷൻ കടന്നു വരുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു മാറ്റത്തിൻ്റെ കാർഡിൽ പോലും ഒരു പോസിറ്റീവ് കാർഡ്സാണ് അതിനെ ക്ലാരിഫൈ ചെയ്ത് വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 3 ഓഫ് വാണ്ടിൻ്റെ എനർജിയിൽ എന്തുകൊണ്ടാണ് 3 ഓഫ് വാണ്ടിൻ്റെ എനർജി കടന്നു വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പല സിറ്റുവേഷനും നിങ്ങൾക്ക് ഇഗ്നോറിങ് സംഭവിച്ചിരിക്കുന്നു. ശരിയായ രീതിയിൽ ചിന്തിക്കുവാനോ പ്രവർത്തിക്കാനോ കഴിയാതെ പോയ സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ 3 ഓഫ് വാണ്ട് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിർബന്ധപൂർവ്വം നിങ്ങൾ യാതൊന്നിലും അടിച്ചമർത്തി, നിങ്ങളുടെ മനസ്സിനെ ആണെങ്കിലും നിങ്ങളുടെ ശരീരത്തെ ആണെങ്കിലും അടിച്ചമർത്തി ചില കംഫർട്ട് സോണിൽ ഇരുത്താതെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുക. ഓക്കെ, നമ്മുടെ പാഷനിലേക്ക് കടന്നു പോകുക. അല്ലാതെ നമുക്കുള്ളത് നമ്മളിലേക്ക് കടന്നു വരുന്നത് വരെ നമ്മളിങ്ങനെ തന്നെ നിൽക്കാം എന്നുള്ള രീതിയിൽ നിൽക്കാതെ നമ്മളുടെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് കടന്നു വരും. ആ കടന്നു വരുന്ന കാര്യങ്ങളെ സെലക്ട് ചെയ്ത് അതിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് അവസരങ്ങൾ ഓപ്പൺ ആകുന്നത്, മിറാക്കിൾ സംഭവിക്കുന്നത്. നമ്മൾ ഒന്നും സംഭവിക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ പോയി അന്വേഷിക്കാതെ ഇവിടെ പോയി അന്വേഷിക്കാതെ നമ്മുടെ കഴിവുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനെ എനർജിക്കാക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക.
ശ്രദ്ധിക്കുക, നമ്മുടെ വർക്ക് അനുസരിച്ച് മാത്രമേ നമുക്ക് സാലറി കിട്ടുള്ളൂ. അതിനിപ്പോൾ വെറുതെ നമ്മളൊരിടത്തും ജോലി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന കർമ്മയ്ക്കനുസരിച്ചാണ് നമ്മളിലേക്ക് സാലറി വരുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത്, യൂണിവേഴ്സിലേക്ക് നമ്മൾ എന്താണോ കൊടുക്കുന്നത്, എന്ത് എനർജിയാണോ അങ്ങോട്ട് കൊടുക്കുന്നത്, അതിൻ്റെ ആ ഒരു ഫലമാണ് നമുക്ക് അവിടെ നിന്ന് തിരിച്ചു വരുന്നത്. നമ്മളൊന്നും ചെയ്യാൻ തയ്യാറാകുന്നില്ല, റീൽസ് മാത്രം കണ്ടിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ദിവസമാണ്. ഒരു ദിവസം നമ്മൾ എത്രത്തോളം സമയം റീൽസിന് വേണ്ടിയിട്ടൊക്കെ മാറ്റി വയ്ക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ യൂണിവേഴ്സിൽ കൊടുക്കുന്ന എനർജി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വെറുതെ കളയുന്ന എത്രയോ സമയങ്ങളുണ്ട്, അത് യൂണിവേഴ്സിൽ എനർജിയായിട്ട്, അത് നെഗറ്റീവ് എനർജി ആയിട്ടാണ് നമ്മൾ യൂണിവേഴ്സിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ഇന്നും ജോലി വന്നില്ല, അല്ലെങ്കിൽ ഇന്നും ആ കാര്യം സാധിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നമ്മളിലേക്ക് തിരിച്ചു വരില്ല. കാരണം നമ്മൾ എന്താണോ യൂണിവേഴ്സിന് കൊടുക്കുന്നത് അതാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പം ജോലി സംബന്ധമായിട്ടുള്ളൊരു കാര്യം ഒരാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അയാൾക്ക് ജോലി കിട്ടുന്നതേ ഇല്ല. പക്ഷേ ആ ഒരു സമയത്ത് അദ്ദേഹം മണ്ണിൽ എന്തെങ്കിലും വർക്കുകൾ ചെയ്യുന്നെങ്കിൽ യൂണിവേഴ്സിനോട് വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു ഇച്ചിരി കുന്താലിയൊക്കെ എടുത്ത് വെച്ച് കപ്പയൊക്കെ ഒന്ന് നട്ട് നനയ്ക്കുക, അല്ലെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കൊത്തി വൃത്തിയാക്കുക, അങ്ങനെ എന്തെങ്കിലും ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന എനർജി, യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു എനർജിയാണ് പോസിറ്റീവായിട്ടുള്ള വർക്ക് എനർജി. അപ്പോൾ ആ വർക്ക് എനർജി നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹം ഒരു വർക്കിലോട്ടാണ്, അപ്പോൾ ആ വർക്ക് എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിളികളെയും അതുപോലെ ചെടികളെയും ഒക്കെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളിൽ നിന്നുള്ള സ്നേഹവും കെയറിങ്ങും ഒക്കെ ആണെങ്കിൽ അത് പ്രപഞ്ചം നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ എന്താണോ യൂണിവേഴ്സിനോട് കൊടുക്കുന്നത് അത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരും എന്നുള്ള ഒരു എനർജി കൂടി പ്രപഞ്ചം ഇവിടെ നിങ്ങൾക്ക് പറയുന്നു. ഓക്കെ, ഇതിലൂടെ ആയിരിക്കും നമുക്ക് ആ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്ലീസ് കെയർ മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് പ്രപഞ്ചം നൽകുന്ന മെസ്സേജ് എന്താണ്? ഈ ഒരു എനർജിയുമായി ബന്ധപ്പെട്ട്, മിറാക്കിളുമായി ബന്ധപ്പെട്ട് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, സമാധാനത്തോടു കൂടി ഇരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതം സംഭവിക്കും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റമാണ് വരുന്നത്. ഇതുവരെ ഇരുന്ന ആ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മറ്റൊരു ലെവലിലേക്ക്, നമ്മുടെ റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്യത്തില്ലേ, അതുപോലെ നിങ്ങളുടെ ഈ ഒരു എനർജിയിലൂടെ പോയിക്കൊണ്ടിരുന്ന നിങ്ങളെ ട്യൂൺ ചെയ്ത് മറ്റൊരു എനർജിയിലേക്ക് പ്രപഞ്ചം മാറ്റുക, ക്ലെൻസ് ചെയ്യുക. നിങ്ങളിലുള്ള ആ ഒരു പാറ്റേൺ, ഓക്കെ, ആ ഒരു പാറ്റേൺ മാറ്റി മറ്റൊരു ദിശയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒരു പരുന്തിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ പരുന്തെന്ന് പറയുമ്പോൾ അത്രത്തോളം ശക്തിയായിട്ടുള്ള ഒരു പക്ഷി, അത്രയും മൂർച്ചയേറിയ ഒരു കൊമ്പുകളാണ്, എന്തിനേയും തുളച്ച് കയറാനുള്ള ഒരു കത്തിയേക്കാഴി മൂർച്ചയുള്ള ആ ഒരു കൊക്ക് അല്ലേ. അതുപോലെ തന്നെ അതിൻ്റെ കണ്ണുകൾ, ആ കണ്ണുകളെന്ന് പറഞ്ഞാൽ എത്ര ദൂരങ്ങളിൽ പോയിരുന്നാലും അതിന് ലക്ഷ്യം കാണുവാൻ ആ കണ്ണ് മതിയാകും. നമ്മളെ കൊണ്ട് ഈ അടുത്തുള്ളത് വായിക്കണമെങ്കിൽ പോലും എന്ത് വേണം, കണ്ണാടി വേണ്ടി വരും അല്ലേ. എല്ലാവർക്കും അല്ല, പോകെ എല്ലാവർക്കും വേണ്ടി വരും. പക്ഷേ ഇപ്പം നമുക്ക് കുറച്ച് ദൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തതയില്ലാത്തതാണ് അല്ലേ. പക്ഷേ ഈ ഒരു പക്ഷി എന്ന് പറയുന്നത് എത്ര ഉയരങ്ങളിൽ പോയിരുന്നാലും അത് ഈ വട്ടമിട്ട് പറക്കുന്ന എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ അത്രയും ഉയരത്തിലാണെങ്കിൽ പോലും ഭൂമിയിൽ അതിൻ്റെ ആഹാരത്തെ അതിൻ്റെ ഇരയെ ലക്ഷ്യമിടാൻ അതിന് സഹായിക്കുന്ന അതിൻ്റെ കണ്ണുകളുണ്ട്. ഓക്കെ, അതുപോലെ ആയിരിക്കണം നമ്മളും എന്നുള്ളതാണ്. എത്തങ്ങളിലേക്ക് കടക്കുക എന്ന് പറയുന്നത്, ഇവിടെ ഉയരത്തിൽ പറക്കുക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്നുമുള്ള എനർജി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ എനർജി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ വളരെ ശക്തമായിട്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നടത്തി നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് ഈ ഒരു കാർഡ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, അപ്പം ഇതാണ് പ്രപഞ്ചം നമുക്ക് നൽകുന്ന മെസ്സേജ്. അധ്വാനിച്ചതിന് ശേഷം, ഓക്കെ, നമ്മൾ പ്രകൃതിക്ക് കൊടുക്കുന്ന എനർജി എന്താണോ, അപ്പോൾ ചില വ്യക്തികൾ പറയും ഞങ്ങളൊക്കെ നല്ല രീതിയിൽ അധ്വാനിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധ്വാനിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹം തരട്ടെ. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രകൃതിക്ക് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ കഴിവ് എന്താണോ, എല്ലാവർക്കും ഒരേ കഴിവുണ്ട്, കഴിവില്ലാത്ത ഒരു വ്യക്തികളും തന്നെയില്ല. നിങ്ങളുടെ കഴിവ് എന്താണോ അത് പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുക. ആ കഴിവ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കും. ഓക്കെ, അത് സമ്പത്താണെങ്കിലും ശരി തന്നെ, എന്ത് തന്നെയാണെങ്കിലും. ഓക്കെ, നിങ്ങളുടെ കഴിവെന്താണോ അത് പ്രപഞ്ചത്തിന് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു വാളിലേക്ക് ഒരു റബ്ബർ ബോൾ എറിയുമ്പോൾ അത് തിരിച്ചു വരുന്നത് പോലെയാണ് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ഫോഴ്സിൽ അത് തിരിച്ച് നമ്മളിലേക്ക് വരും എന്നുള്ളതാണ്. നെഗറ്റീവാണ് കൊടുക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് നെഗറ്റീവും തിരിച്ച് നമ്മളിലേക്ക് വരും.
ഓക്കെ, അതാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. അപ്പം മിറാക്കിളിന് നിങ്ങൾ തയ്യാറാകുക. മിറാക്കിളിന് തയ്യാറാകുക. നിങ്ങളുടെ പൂർണ്ണ എനർജി പ്രപഞ്ചത്തോട് കൊടുത്തതിന് ശേഷം, അങ്ങനെയുള്ളവർക്കാണ് ഇവിടെ ഈ ഒരു മാറ്റം. അപ്പം ഈ ഒരു പോസിറ്റീവ് നിങ്ങളുടെ ലൈഫിൽ കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കടന്നു വന്നതിനാൽ നന്ദി. ഓക്കെ, താങ്ക് യു. നിങ്ങളിപ്പോൾ എന്ത് വിഷയത്തിലാണോ നിങ്ങൾ മനസ്സ് ഒരുപാട് വേദനിച്ചിരിക്കുന്നത്, അതിൻ്റെ മധ്യത്തിൽ ഒരു വലിയ മിറാക്കിൾ സംഭവിച്ചതിനായി ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. താങ്ക് യു. പ്രധാന ദൂതൻ മിഖായലിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനും നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.